അയാൾ മരിച്ചോ? മരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ചോര നല്ലതുപോലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയല്ലേ ഈ സംഭവം നടന്നത്? അല്ല, മിനിഞ്ഞാന്ന് രാത്രിയാണ്. അത് ശരി. പിന്നെ ഇന്നലെ രാത്രി നീ എങ്ങനെ ഇവിടെ ഓടിയെത്തി? ഈ സംഭവം നടക്കുമ്പോൾ രാത്രി 2 മണിയെങ്കിലും ആയിരിക്കും. ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പ്രിയനെ പോലീസ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടത്. മോഹൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. നേരെ പോയത് ഹോസ്റ്റലിലേക്കാ. അവിടെ ഗീത ഉണ്ടാകുമല്ലോ സഹായത്തിനെന്ന് കരുതി. സംഭവം അവർ അറിഞ്ഞിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലായി. ദൂരെ എവിടെയെങ്കിലും പോയി കളയാമെന്ന് വിചാരിച്ചാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ എന്നോർത്തത്. ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളുക്കുന്നതുവരെ പാളത്തിലൂടെ നടന്നു. ഒരു ട്രെയിനും വന്നില്ല. നടന്ന് നടന്ന് ഇതിനടുത്തുള്ള പട്ടണത്തിലെത്തി. പകൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് സമയം കഴിച്ചു. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ഇറങ്ങി നടന്നു, ലക്ഷ്യമില്ലാതെ. നീ എവിടെ പോന്നടി? ഇവിടെ അടുത്ത് വീട്ടിലോട്ട്. വിട്ടോ. പോലീസ് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്നതാണോ എന്നെനിക്ക് തോന്നി. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കുറ്റവാളിയായ ഒരു പെണ്ണിനാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോ പോയേക്കാം. എല്ലാം പറഞ്ഞു തീർന്നപ്പോ മനസ്സിന്റെ ഭാരം ഒന്ന് അടങ്ങി. ഇപ്പോ എന്ത് നേരിടാൻ ഒരു ധൈര്യം തോന്നുന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയേക്കാം. വരട്ടെ, അയാൾ ചത്തോ ഇല്ലയോ എന്നറിയട്ടെ. വേണ്ട സർ, ഞാനിനി സാറിന് ഭാരമാകുന്നില്ല. വനിതേ, നിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കഥാപാത്രങ്ങളോട് തോന്നുന്ന പോലെ ഒരു അടുപ്പം നിന്നോട് തോന്നുന്നു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. നിന്റെ കഥ തീരുന്നില്ലല്ലോ. ഈ കഥയിൽ എനിക്കൊരു കഥാപാത്രമായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. നിന്നെ രക്ഷിക്കാമെന്ന് ഞാനും നോക്കട്ടെ. നീ വേണ്ടെന്ന് പറയരുത്. നാളെ ഞാൻ ആ ഹോട്ടൽ വരെ ഒന്ന് പോവാം. പാലുടൻ ചത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. പ്രിയനെ അന്വേഷിക്കാം. കണ്ടാ വിവരം പറയാം. സാർ, തമ്പി സാർ, തമ്പി സാർ. സാറേ, തമ്പി സാറേ. സാറേ, ചേടാ, ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? എഴുതാനെന്നും പറഞ്ഞോണ്ട് ഇരുത്തിയിട്ട്. അയാൾക്ക് ഇഷ്ടമുള്ള പോരട്ടെ. ഞാനും അങ്ങനെയൊക്കെ ഇച്ചിരി വെള്ളത്തിൽ വീണ് കിടക്കുക. 2 ദിവസം
ഞാനിവിടെ ഒരാഴ്ചയായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുക. മാമോളെ ഞാനേതായാലും കൂടുന്നില്ല. എൻ്റെ കയ്യിൽ ഇവിടെ എടുക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. വേണ്ട വേണ്ട, എപ്പോഴെങ്കിലും ഇവിടെ ഇറങ്ങുമല്ലോ, ഞാൻ നോക്കിക്കോ. ഒരു റൂം വേണം. റൂം ഒഴിവില്ല. സിംഗിൾ റൂം ആയാലും മതി. സിംഗിളും ഡബിളും ഒന്നുമില്ല. നിങ്ങളുടെ മാനേജർ ഇവിടെ ഇല്ലേ, മിസ്റ്റർ തങ്കപ്പൻ? തങ്കപ്പൻ സാറിന് പരിചയമുണ്ടോ? ആ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യും. ആ. ഹലോ, തങ്കപ്പൻ സാറല്ലേ? സാറിന് പരിചയമുള്ള ഒരാൾ വന്നിരിക്കുന്നു. റൂം വേണോന്ന്. ആ എന്ത് പണി ആശാനായത്, നമുക്കിവിടെ റൂമില്ലെന്ന്. ആശാനെ പോലുള്ള ഒരു വിശ്വസിച്ചിട്ടല്ലേ നമ്മളിവിടെ വരുന്നത്. റൂം കൊടുക്ക. എന്താ സാർ വേണ്ടത്? മെനു കാർഡില്ലേ? ആ, ഇപ്പൊ ഇവിടെ പാട്ടും ഡാൻസും ഒന്നുമില്ലേ? അതൊക്കെ രാത്രിയില്. സാർ ഓർഡർ. ആ, എനിക്ക് ഒരു സാൻഡ്വിച്ചും. എപ്പോഴാ പാട്ട് തുടങ്ങുന്നേ? 2-3 ദിവസമായിട്ട് പാട്ടുകാരില്ല, അവരെല്ലാം ലീവില്ല. പിന്നെ ക്യാബറ മാത്രമേ ഉള്ളൂ. അത് രാത്രി 8 മണിക്ക് തുടങ്ങും. ഇവിടെ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, വനിതയെന്നോ മറ്റാണ് പേര്. ആ കുട്ടി ഇപ്പൊ ഇവിടെ ഇല്ലേ? എനിക്കറിയില്ല സാർ. സാറിന് കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഒരു ചായയും. ശരി. റൂമിൽ ആളില്ല സാർ. ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിച്ചിരുന്നു. ഇല്ല, അവിടെ ആരും ഇല്ല. ആ റൂം റിപ്പയർ അല്ല. ഓ, റിപ്പയർ ആണല്ലേ? എനിക്ക് റൂം നമ്പർ തെറ്റിപ്പോയായിരിക്കും. എന്ത് ചെയ്യാനാ? ആ ശരി, എന്തായാലും ഇന്ന് പറ്റില്ല. വിവരമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെ, മനസ്സിലായി. നിങ്ങൾ എന്താ ഒരുമാതിരി കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്? ആ, നാളെ ആവട്ടെ. നാളെ വിളിക്കട്ടെ. സെക്രട്ടറി അല്ലേ കാർത്തികൻ? അതെ, നിങ്ങളാരാ? ഞാൻ കോഴിക്കോട് നിന്ന് വരിക. നമ്മളെ മൂസാക്ക. ഓ, SK ടിമ്പേഴ്സ്. അതെ, ഇരിക്കൂ. മൂസ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങളെ അയക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് ആ കൂപ്പിലൊരു പ്രശ്നം ഉണ്ടായതേ. പാലോണ സാറിനോട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞത്. പാലോട സാറ് ഇല്ലല്ലോ. ഇല്ലേ? കഷ്ടായല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ വിളിച്ചു പറയാം പാലോട സാറിനെ. അല്ല, ഒന്ന് നേരിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നേ. ഒരു പൊതി തന്നയച്ച ക്യാഷാണോ? ആണെന്നാ തോന്നണേ. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, റൂമിലാ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഞാനോ? ഹോട്ടൽ ബ്ലൂ മൂൺ. ബ്ലൂ മൂണിലോ? ആ. ഒരു 2 ദിവസം അവിടെ തന്നെ താമസിക്കുക. പാലോട സാറ് നാളെയോ മറ്റന്നാളോ തിരിച്ചു വരും. വരുവോ? വരും. പ്രിയദർശൻ എന്നൊരാൾ ഇവിടെ താമസിക്കുന്നില്ലേ? പാട്ടൊക്കെ പാടുന്ന ഒരാള്. അയാൾ ഇന്നലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. എങ്ങോട്ട്? അതറിയില്ല. അയാളൊന്നും പറഞ്ഞില്ല. സ്ഥലം വിട്ടു പോവാണെന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല.
സാറിത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഇവിടെ കുത്തിയിരുന്ന് വേരിറങ്ങി. വേണ്ട, താൻ പോയിക്കോ. അയ്യോ, എന്നെ പറഞ്ഞ അയക്കല്ലേ. ഞാൻ ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കായി പോയി. ഇവിടെ വന്ന സാറിനെ അങ്ങോട്ട് ഓടിക്കും, അവിടെ ചെന്നാ പിള്ള സാറിനെ ഇങ്ങോട്ട് ഓടിക്കും. നേരം വെളുത്തിട്ട് 4ാമത്തെ പ്രാവശ്യം. സാറിത് എവിടെ പോയി? ഒരു 16 അടി യന്ത്രത്തിന്. അയ്യോ, ആരുടെ? തന്റെ ഒന്ന് പോണോർന്നു. കഥ കിട്ടിയിട്ടുണ്ട്, അത് എഴുതിയെടുക്കാൻ 3-4 ദിവസമാണെന്നൊക്കെ ഞാൻ ആ പിള്ളേച്ചനോട് പറഞ്ഞിട്ടുണ്ട്. താൻ പോയിക്കോ. അപ്പൊ സാറിന്റെ ഭക്ഷണോ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കംപ്ലീറ്റ് കട്ട് ചെയ്തല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നകത്തോട്ട് വരാം. താൻ പോയിട്ടേ ഞാൻ കയറുന്നുള്ളൂ. അല്ല, ഒന്ന് പോടോർന്നു. എടോ പോവാൻ. ആ മനുഷ്യൻ ചത്തോ? എനിക്ക് തോന്നുന്നില്ല. ചത്തിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ഹോട്ടലില് അവരവിടെ എന്തൊക്കെയോ ഒളിച്ചുകളികൾ നടത്തുന്ന പോലെ തോന്നി. പ്രിയനെ കണ്ടോ? ഇല്ല, പ്രിയൻ താമസിച്ചിരുന്ന ലോഡ്ജ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. വനിത വിഷമിക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ. ഞാൻ നാളെ വീണ്ടും പോകുന്നുണ്ട്. അവന്റെ മുറി ഞാൻ തുറന്നു നോക്കി. ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. പെട്ടി തുറന്നു നോക്കിയില്ലേ? നോക്കി. ഒരു പാന്റ് ഷർട്ടും കുറച്ച് കടലാസും ഉണ്ട്. കോഴിക്കോട്ട് എന്ന് മൂസാക്ക പറഞ്ഞു എന്ന് പറഞ്ഞാ അവൻ ഓഫീസിൽ വന്നത്. ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ മൂസാക്കയ്ക്ക് അങ്ങനെ ആളെ അറിയേയില്ല. അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നവനാ. ബോയ്സിനോടൊക്കെ പ്രിയനെയും വനിതയും തിരക്കുന്നു. ആ 500 തള്ളി തുറക്കാൻ നോക്കുന്നു. പാർട്ടി ഓഫീസിൽ നിന്ന് പാലോളം സാറുണ്ടോ കരിങ്കുടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. താൻ പറഞ്ഞു നേരാ, അവനെന്തോ അറിഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഏതായാലും ഇനി അവൻ വന്നാൽ വിടരുത്. പറഞ്ഞ കേട്ടല്ലോ. അല്ല സാറേ, ഇനി വല്ല പോലീസിൽ നിന്നും അല്ല കേന്ദ്രം. നമ്മുടെ ഹോട്ടലിലോ പോടോ. ഗീതയല്ലേ? നിങ്ങളാരാ? പ്രിയന്റെ കസിനല്ലേ? ആ, നിങ്ങളാരാ? ഞാൻ പ്രിയന്റെ ഒരു സുഹൃത്താ. ഒന്ന് കാണാൻ. പ്രിയൻ ഇവിടെയല്ലല്ലോ താമസിക്കുന്നത്. അതറിയാം. ഇപ്പോഴെവിടാന്നറിയാമോ എന്ന് ചോദിക്കാൻ വന്നതാ. എനിക്കറിഞ്ഞൂടാ. ഒരു നിമിഷം. ഗീത വനിതയുടെ ഫ്രണ്ടല്ലേ? വനിത അറിയോ? അറിയാം. അവൾ എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട്. നിങ്ങൾ അവളുടെ ആരാ? ഒരു ബന്ധുവാ. അവളോട് സൂക്ഷിച്ചോളാൻ പറയണം. ആ ഹോട്ടലിൽ നിന്ന് 2-3 തവണ ഇവിടെ ആൾക്കാർ തിരക്കി വന്നു, വനിതയുണ്ടോന്ന് ചോദിച്ച്. പ്രിയനെ അവര് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നാ പറയുന്നത്. വിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ അറിയാം. എവിടാ താമസിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ജാസ് ഹോട്ടലിൽ. വരട്ടെ. പ്രിയദർശൻ എന്നൊരാൾ താമസിക്കുന്ന ഇവിടെയല്ലേ? ആ പാട്ടുകാരനാണോ? അതെ. അയാളുടെ നിങ്ങളുടെ മുമ്പ് കൂടി ഇപ്പൊ മോട്ടോർ ബൈക്കിൽ പോയത് നേരത്തെ പരിചയമില്ലേ? ഇല്ല. അവനോ വന്നിട്ടുണ്ടോ? ആ ശരി. അവൻ പിന്നെ വന്നിട്ടുണ്ടെന്ന് താൻ ആ ബോയ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞേരെ. അവന്റെ മേലൊരു കണ്ണു വേണമെന്ന്. വനിത ഏത് റൂമിലാ? എനിക്ക് അവളെ കാണണമല്ലോ. വനിത ഇവിടെ ഇല്ല. അത് കള്ളമാണല്ലോ. റൂമിൽ എത്ര മര്യാദയ്ക്ക് പറയടി, അല്ലെങ്കിൽ എന്റെ വായിരിക്കുന്നവരും കേൾക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതിന്റെ ഓണസ് ഉണ്ടല്ലോ കുഞ്ഞിപ്പാലു. അവനോടെ ആ വനിതയുടെ ബ്രദർ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്താ ഇവിടെ ഹോട്ടൽ നടത്തുന്നു. ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആരാ അവന്മാരെ? ആ പെണ്ണിന്റെ ആങ്ങളെ. എനിക്ക് എന്റെ പെങ്ങളെ കാണണം. അവളെ പോയില്ല. നിന്റെ പെങ്ങളെ ഇവിടെ ഇല്ല, അവള് പോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല. വല്ലവനോട് ഇറങ്ങി പോയി കാണും. പോകാൻ പറഞ്ഞുണ്ടല്ലോ. ഇറങ്ങാൻ പുറത്ത് പിടിച്ചിറക്കണോ അവനെ? അവിടെ വലിച്ചിറക്കും. ഞാനാ മോഹൻ. ഇറങ്ങി വാ, ഞാനാ മോഹൻ. ഞാനാ മോഹൻ. മേലാലിനകത്ത് കണ്ടാക്കുന്നത് തന്നെയൊക്കെ
അല്ല എന്റെ ബില്ലൊന്ന് റെഡിയാക്കാൻ പറയും. ശരി സാർ. സന്ധ്യകളിൽ നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു ആടിത്തളരത്ത പൂവിൻ കാതിലാരോ പാടുന്നു നാം ഇന്നീ വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു. പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. പ്രിയദർശൻ എന്നല്ലേ പേര്? അതെ. എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും. അല്ല, വനിതയെ പറ്റിയാ. വനിതയോ? നിങ്ങളാരാ? ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുക, റൂം നമ്പർ 210. വിരോധമില്ലെങ്കിൽ റൂം വരെ ഒന്ന് വരുമോ? നിങ്ങൾ ആരാണെന്ന് പറയൂ. എനിക്കിപ്പോ റൂമിൽ വരാൻ സമയമില്ല. മിസ്റ്റർ പ്രിയൻ, ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. എന്റെ റൂം വരെ ഒന്ന് വന്നൂടെ? വനിതയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. അവൾക്ക് നിങ്ങളെ കാണുമെന്ന് പറയുന്നു. അവൾ എവിടെ ഉണ്ട്? എന്റെ വീട്ടിലുണ്ട്. എവിടെ? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് അവളെ കാണണ്ടേ? വേണ്ട. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നല്ലോ അവള് പറഞ്ഞത്. അത് അവൾക്ക് തോന്നിയതായിരിക്കും. ഓ, നിങ്ങളപ്പോ സ്നേഹം അഭിനയിക്കായിരുന്നു അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്തല്ലേ. മിസ്റ്റർ പ്രിയൻ, നിങ്ങളെപ്പറ്റി ആ പെൺകുട്ടി ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നത്. മിസ്റ്റർ, എനിക്കിനി പുലിവാല് പിടിക്കാനൊന്നും വയ്യ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. പിന്നെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കണമെന്ന് നിർബന്ധമാണ്, രക്ഷിക്ക്. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. സാറിനെ ഞാൻ എവിടെയെല്ലാം തിരക്കിയായിരുന്നു. ബില്ലുമായി റൂമിൽ വന്നപ്പോ റൂം പൊട്ടി കിടക്കുന്നു. ഞാനൊന്ന് റെസ്റ്റോറന്റിൽ പോയി. 501 റൂമിൽ അന്വേഷിച്ചു. ആരന്വേഷിച്ചു? കാർത്തിക സാർ, പാർട്ടി സെക്രട്ടറി. സാറിനോടൊന്നും അർജന്റായി സംസാരിക്കണമെന്ന്. എനിക്ക് പോവാ. മോളല്ലേ? അതെ. ഇതാ. വരണം. ഞാനാണ് പാലോടൻ. അറിയാം. ഇല്ല, വെറുതെ പറയുക. നിങ്ങൾ ഇപ്പോഴല്ലേ എന്നെ ആദ്യമായി കാണുന്നത്? എന്റെ പടം കണ്ടു കാണും പത്രത്തില്. കോഴിക്കോട്ടെ മൂസാഹാജി എത്ര പണം തന്നിട്ടുണ്ട്? അത് ഞാന്. ഓ, കള്ളം പറഞ്ഞതല്ലേ? എന്തിനാ തമ്പി സാർ ഈ വേലകളൊക്കെ ഞങ്ങളോട്? നിങ്ങൾ നാടകം എഴുതുന്ന നേർത്തമ്പിയല്ലേ? ആ പെണ്ണെവിടെ? ഏത് പെണ്ണ്? എടോ തമ്പി, ഇനിയും വേണോ ഈ കളി? എവിടെ പെണ്ണ്? എനിക്കറിയില്ല. തങ്കപ്പ, വേണ്ട, മതി. ബഹളവും വഴക്കൊന്നും വേണ്ട. തമ്പി ഇപ്പൊ പോട്ടെ. പിന്നെ ഒരു കാര്യം, എന്നെ അറിയാമല്ലോ. എന്റെ പേര് ചീത്തയാക്കലുണ്ടല്ലോ.